ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള മുഖം ഏതാണ്ട് ഇതുപോലെയുള്ളൊരു മുഖമായിരിക്കും. വളരെ അരഗന്റ് ആയിട്ടുള്ള, ലൗഡായിട്ടുള്ള, താന്തോന്നിയായിട്ടുള്ള, ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആണിന്റെ രൂപം. സ്വന്തം പ്രതാപത്തെക്കുറിച്ച് എപ്പോഴും ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, സ്വന്തം സ്റ്റാറ്റസിനെ കുറിച്ചും പവറിനെ കുറിച്ചും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. പക്ഷെ നാർസിസത്തെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടുള്ള, ക്ലിനിക്കൽ സൈക്കോളജി കുറെയെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും ഇത് മാത്രമല്ല നാർസിസം. എല്ലാവരിലും ഇത് ഇങ്ങനെ അല്ല കാണുന്നത്, ഈ തീവ്രതയിലല്ല കാണുന്നത്, ഇതിന് പല ഫോംസ് ഉണ്ട്, ഇതൊരു സ്പെക്ട്രം ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് അത്തരത്തിലുള്ള മനസ്സിലാക്കലുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ രണ്ട് ജെൻഡറിന്റെ കാര്യം എടുത്താലും പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ട് രീതിയിലാണ് NPD റിഫ്ലക്ട് ചെയ്യുന്നത്. കാരണം കൾച്ചറൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള ജെൻഡർ റോൾസിലുള്ള മാറ്റങ്ങളും അതിൽ നിന്ന് നാർസിസിസ്റ്റ് വെപ്പണൈസ് ചെയ്യുന്ന അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും കാരണമാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ ക്ലാസിക് ആയിട്ടുള്ള ടോക്സിക് ആൽഫാമെയിൽ കാറ്റഗറിയിൽ വരുന്നവരെ മാത്രമേ നാർസിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും വിക്ടിംസ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇമോഷണൽ അബ്യൂസിനെ ഇപ്പോഴും നമ്മൾ ഫിസിക്കൽ അബ്യൂസിന്റെ അത്ര സീരിയസ്നെസ്സോടുകൂടി അല്ല കാണുന്നത്. അത് മാത്രമല്ല, ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്ന ടെൻഡൻസീസ് ഇപ്പോഴും പതിവ് പോലെ വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെ തുടരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വിക്ടിംസ് ആയിട്ടുള്ളവർ അബ്യൂസ് റെക്കഗ്നൈസ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അവർ സ്വയം ബ്ലെയിം ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. പലപ്പോഴും നമ്മുടെ പൊതുസമൂഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പൊതുധാരണ എന്ന് പറയുന്നത് അയാൾ കുടിക്കുന്നില്ലല്ലോ, അയാൾ തല്ലുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അയാൾ നാർസിസ്റ്റ് ആവും? എങ്കിൽ അവൾ വളരെ റിലീജിയസ് ആയിട്ടുള്ള കുടുംബത്തെ മാത്രം മുൻനിർത്തി പോകുന്ന ഒരു സ്ത്രീയല്ലേ, പിന്നെ എങ്ങനെ അവൾ നാർസിസ്റ്റിക് ആവും? ഇവിടെയാണ് അബ്യൂസീവ് ആയിട്ടുള്ള ഇത്തരം ആൾക്കാർ ഈ ചട്ടക്കൂടുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതും അബ്യൂസ് അനുഭവിക്കുന്ന പാവപ്പെട്ട വിക്ടിംസ് വീണ്ടും അത് സഫർ ചെയ്തുകൊണ്ട് അതും കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയും കണ്ടിന്യൂ ചെയ്തു പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ വലിയ ലെവലിൽ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ബേസിസിൽ മെയിൽ NPDയെയും ഫീമെയിൽ NPDയെയും കൃത്യമായി ഡീകോഡ് ചെയ്യുകയാണ്. ഇവിടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഡിഫറൻസസ് സ്പോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നത് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ ഡിഫറൻസുകൾ സംസാരിക്കുന്നതിന് മുമ്പ് ശാസ്ത്രീയമായിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള ഒരു സത്യം ആദ്യമേ തന്നെ പറയട്ടെ. ഇത് ഏത് ജെൻഡർ ആയിരുന്നാലും NPDയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. DSM-5 പ്രകാരം, മോഡേൺ റിസർച്ചുകൾ പ്രകാരം എല്ലാ പാത്തോളജിക്കൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളും ഒരു ഡീപ്പ് ആയിട്ടുള്ള, ഫ്രജൈൽ ആയിട്ടുള്ള ഈഗോ ഉള്ളവരാണ്. ഇവർക്ക് എല്ലാവർക്കും വളരെയധികം എമ്പതി അഥവാ സഹാനുഭൂതി കുറവായിരിക്കും. ഞാൻ എല്ലാത്തിനും അർഹതപ്പെട്ടതാണ് എന്നുള്ള എൻടൈറ്റിൽമെന്റ് ഇവരിൽ വളരെയധികം വലിയ രീതിയിൽ ഉണ്ടാകും. ആൻഡ് ഈ എല്ലാ നാർസിസ്റ്റുകളും വളരെയധികം നാർസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് വാലിഡേഷനും കൺട്രോളും അവർക്ക് കിട്ടുന്ന അറ്റൻഷനുമാണ്. എന്നിരുന്നാലും സ്റ്റഡീസ് കൃത്യമായി പറയുന്നുണ്ട് ഈ ജെൻഡേഴ്സ് സമൂഹത്തിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ സപ്ലൈ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ ടിപ്പിക്കലി സോഷ്യലൈസ് ചെയ്യുന്നത് പവറും സ്ട്രെങ്തും സ്റ്റാറ്റസും എക്സ്റ്റേണലി നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സ്ത്രീകൾ സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത് വാലിഡേഷൻ റിലേഷൻഷിപ്പുകളിലൂടെ നേടിയെടുക്കാനും ഫാമിലി സ്ട്രക്ചേഴ്സിൽ നിൽക്കാനും മോറലായ, ഫിസിക്കൽ ആയിട്ടുള്ള എസ്തെറ്റിക്സിനും വേണ്ടിയിട്ടായിരിക്കും. ഇത് റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് കാണുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മെയിൽ NPDയെ കുറിച്ചാണ്. ഗ്രാൻഡിയോസ് ആയ, വളരെയധികം ഗാംഭീര്യം കാണിക്കുന്ന, പുറമേ കാണാൻ സാധിക്കുന്ന ഓവേർട്ട് ആയിട്ടുള്ള ഡോമിനേഷൻ. ഈ മെയിൽ നാർസിസ്റ്റുകൾ പൊതുവിൽ ഈ ഓവേർട്ട് ആയിട്ടുള്ള, ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ആ ഒരു നാർസിസത്തിന്റെ ഡൈനാമിക്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ് സമൂഹത്തിൽ. തീർച്ചയായിട്ടും കോവേർട്ട് ആയിട്ടുള്ള, കുറച്ചുകൂടി സൈലന്റ് ആയ, ഉൾവലിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു വേരിയേഷനും ഇവിടെ ഉണ്ട്. പല ക്ലിനിക്കൽ സ്റ്റഡീസിലും പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിൽ നാർസിസ്റ്റുകൾ പൊതുവിൽ വളരെ ഹെവിലി റിലൈ ചെയ്യുന്നുണ്ടായിരിക്കും എക്സ്റ്റേണലി തന്നെ സുപ്പീരിയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് അവരുടെ ഫ്രജൈൽ ഈഗോയെ ഫീഡ് ചെയ്യേണ്ടതുണ്ട്. അവരവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി ഉപയോഗിച്ചിട്ടുള്ള, ശരീരം ഉപയോഗിച്ചിട്ടുള്ള പേടിപ്പിക്കലുകളിലൂടെ, ഫിനാൻഷ്യൽ കൺട്രോളിലൂടെ, അതായത് സാമ്പത്തികമായി വിക്ടിംസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട്, ഇന്റലക്ച്വലി സുപ്പീരിയർ ആണെന്ന് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളെ, എൻവയോൺമെന്റിനെ ഡോമിനേറ്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ഇവിടെ ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ ക്ലാസിക് ആയിട്ട് കാണുന്ന ഈ പാട്രിയാർക്കൽ ഹസ്ബൻഡിനെ, ഫാദറിനെ ഇമാജിൻ ചെയ്യുക. ഇവിടെ കുടുംബത്തിന്റെ നെടുന്തൂൺ അവരായിരിക്കണം എന്നുള്ള ആ ഒരു പൊതുബോധത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറ്റുമുള്ള ആൾക്കാരുടെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒബീഡിയൻസും അനുസരണയും ഈ ആൾക്കാർ നേടിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഇവരുടെ സ്വഭാവം എന്താണ്? വീട്ടിലേക്ക് വരുന്ന ഓരോ തുകയും ഓരോ രൂപയും ഇവരുടെ കൺട്രോളിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ വർക്കിംഗ് ആണെങ്കിൽ പോലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കൺട്രോളും ഇവരുടെ കയ്യിലായിരിക്കും. വസ്തുവിന്റെ കാര്യത്തിലും, കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലും, ഫാമിലി റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും
ഒക്കെ തീരുമാനമെടുക്കുന്നത് ഇവരായിരിക്കും, ആരോടും ഒന്നും ഡിസ്കസ് ചെയ്യാതെ. ഇവിടെ ഇവർ അണിഞ്ഞിരിക്കുന്ന മാസ്ക് എങ്ങനെയാണ് കാണാൻ കഴിയുക? ഇവരുടെ ഈ അതോറിറ്റി നേച്ചർ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഈവൻ ചെറുതായിട്ടെങ്കിൽ പോലും ഇവർ പൊട്ടിത്തെറിക്കും, ഇവർക്ക് നാർസിസ്റ്റിക് റേജ് വരും, ഇവർ സ്റ്റോൺ വാൾ ചെയ്യും, അതായത് നിങ്ങളോട് സൈലന്റ് ട്രീറ്റ്മെന്റ് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പണിഷ്മെന്റ് അങ്ങ് തരും. ഇവിടെ ഇവർ ഇമോഷണൽ ക്രൂവൽറ്റി ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡർ എന്നുള്ള ഇവരുടെ ഇമേജിനെ ദുരുപയോഗപ്പെടുത്തുകയാണ്. കുടുംബത്തിലെ ആരും ഇവരെ ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവർ നിറകേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഓച്ചാരിച്ച് നിൽക്കണം, കാരണം കുടുംബത്തിന്റെ നെടുന്തൂണ് ഇവരാണ്. ഇനി രണ്ടാമത്തെ ഫീമെയിൽ NPD-യിലേക്ക് വരാം. ഈ NPD ഉള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി കോവേർട്ട് ആയിട്ടുള്ള കമ്മ്യൂണൽ ആയിട്ടുള്ള വേസിലായിരിക്കും. കാരണം മറ്റേ ഈ ആണുങ്ങളെ പോലെ ഓവേർട്ട് ആയിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കുന്ന ദേഷ്യവും അരഗൻസും പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾക്ക് ഓൾറെഡി ഒരു ചീത്തപ്പേരുള്ള ഒരു സമൂഹമാണല്ലോ നമുക്കുള്ളത്. ആ ഒരു സമൂഹത്തിന്റെ ചുറ്റുപാട് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ലൈറ്റ് വേർഷൻ ഓഫ് മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു കമ്പാരിറ്റീവ്ലി കോവേർട്ട് വൾണറബിൾ വേർഷൻ ഓഫ് അഗ്രഷൻ ആണ് ഇവരുടെ മെയിൻ ആയുധം. അതുകൊണ്ട് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഗെയിംസ് ആണ് ഇവർ കളിക്കുന്നത്. സോഷ്യൽ സൈക്കോളജിയിൽ നടത്തിയിട്ടുള്ള പല റിസർച്ചുകളും കൃത്യമായി പറയുന്നുണ്ട്, ഫീമെയിൽ നാർസിസ്റ്റുകൾ പ്രൈമർലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റിലേഷണൽ അഗ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഇവർ കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുന്നത് സോഷ്യൽ സർക്കിളുകളിലും ഇമോഷണൽ ബോണ്ടിങ്ങുകളിലുമായിരിക്കും. പിന്നെ കമ്മ്യൂണൽ നാർസിസവും വളരെ സെൽഫ് സാക്രിഫൈസിംഗ് ആയിട്ടുള്ള, കുലസ്ത്രീ ആയിട്ടുള്ള, ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള കാണിക്കലുകൾ കൊണ്ട് ഇതിവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള NPD ഉള്ള സ്ത്രീകൾ സുപ്പീരിയോറിറ്റി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളിൽ ഇത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് മകൾക്ക് വേണ്ടി എല്ലാം ത്യാഗം ചെയ്ത അമ്മ എന്ന് കാണിക്കുന്ന ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളിലും അൾട്രാ ട്രഡീഷണൽ വൈഫായിട്ട് കാണിക്കുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളിലുമാണ്. അതിന് ഇവിടെ മലയാളത്തിൽ കുലസ്ത്രീ എന്നൊരു പേര് തന്നെയുണ്ട്. ഇവിടെ ഇവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? നാർസിസ്റ്റിക് ആയിട്ടുള്ള ആണുങ്ങൾ കാണിക്കുന്ന പോലെ ഫിസിക്കലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പവർ ഉപയോഗിക്കുന്നതിന് പകരം ഇവർ നിങ്ങളിൽ കുറ്റബോധം തോന്നിക്കുകയും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും മറ്റുള്ളവരുടെ മുന്നിൽ ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് വരുത്തി തീർത്ത് ആ രീതിയിൽ പ്രകടിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഉപദ്രവിക്കുകയായിരിക്കും. എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യത്തിന് ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിതകാലം മുഴുവനും ത്യാഗം ചെയ്തവളാണ്, എന്നോട് ഇങ്ങനെയാണോ നിങ്ങൾ കാണിക്കുന്നത് എന്ന് സ്വന്തം പാർട്ണറിനോടും കുട്ടികളോടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഇവർ എന്തെങ്കിലും ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇവർ എടുത്തണിയുന്ന മാസ്ക് എന്താണ്? ഇവർ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രക്തസാക്ഷി എന്നുള്ള രീതിയിലുള്ള പ്രകടനങ്ങളും അഭിനയിച്ച് കാണിക്കലുകളും ഡ്രാമയുമായിരിക്കും കാണിക്കുന്നത്. ഇവരുടെ മരുമകളോ മകളോ ഒരു ബൗണ്ടറി അവർക്കിടയിൽ സെറ്റ് ചെയ്താൽ ഈ ഫീമെയിൽ നാർസിസ്റ്റ് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കില്ല. അതിന് പകരം വിതുമ്പി കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടനം അങ്ങ് നടത്തും. അവർക്കൊരു ചെസ്റ്റ് പെയിൻ വന്നതായിട്ടോ ലോ ബ്ലഡ് പ്രഷർ വന്നതായിട്ടോ അഭിനയിച്ച് കാണിക്കും. അല്ലെങ്കിൽ അത് കാരണം അവർക്ക് എന്തോ വലിയ മെഡിക്കൽ ക്രൈസിസ് വന്ന പോലെ പെരുമാറും. എന്തിനാണ്? മകനോ മകളോ മരുമകളോ ഒരു ചെറിയ ബൗണ്ടറി വെച്ചതിന്. എന്നിട്ട് ഇവർ ചുറ്റുമുള്ളവർക്കിടയിൽ ഒരു സ്മിയർ ക്യാമ്പയിൻ അങ്ങോട്ടും നടത്തും. ഫാമിലി നെറ്റ്വർക്കുകളിലും നാട്ടുകാർക്കും ചുറ്റുമുള്ളവർക്കും ഇടയിൽ ഇവർ ഭയങ്കര ഇന്നസെന്റ് ആണെന്നുള്ളൊരു ഇമേജ് ഇവർ പർപ്പസ്ഫുള്ളി പറഞ്ഞുണ്ടാക്കും. ഇവർക്ക് ചുറ്റുമുള്ള നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇടയിൽ ഇവരാണ് വിക്ടിമാകപ്പെടുന്നതെന്നും അബ്യൂസ് ചെയ്യപ്പെടുന്നതെന്നും എപ്പോഴും വിക്ടിമായി രക്തസാക്ഷിയായിരിക്കുന്നത് ഇവരാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ തന്നെയായിരിക്കും ഇവരെല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാൻ ഇവരുടെ മാനിപ്പുലേഷൻ ടാക്ടിക് സൈഡ് ബൈ സൈഡ് വെച്ചുകൊണ്ട് നമുക്കൊന്ന് സമറൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ മെയിൽ NPD ഉള്ള ആൾക്കാരുടെ ഫോക്കസും ഫീമെയിൽ ആയിട്ടുള്ള NPD ഉള്ള ആൾക്കാരുടെ ഫോക്കസും പ്രത്യേകം തിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി സംസാരിക്കുന്ന ഡൈനാമിക് അല്ലെങ്കിൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഇവരുടെ പ്രൈമറി വെപ്പൺ ആണ്. എന്ത് കാര്യമാണ് ഇവർ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്? മെയിൽ NPD-കളാണെങ്കിൽ പൊതുവെ ഓവേർട്ടായിട്ട് കാണിക്കുന്ന റേജും ഫിനാൻഷ്യൽ കൺട്രോളും ഡോമിനൻസും ഫിസിക്കൽ ആയിട്ടുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ള പേടിപ്പിക്കലുകളും ഇന്റിമിഡേഷൻസും ആയിരിക്കും ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫീമെയിൽ NPD-യുടെ പ്രൈമറി വെപ്പൺ എന്ന് പറയുന്നത് കോവേർട്ട് ആയിട്ടുള്ള ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ്. ഇവർ പാർട്ണറെയും മക്കളെയും മരുമക്കളെയും ഒക്കെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്ന കാര്യത്തിൽ വല്ലാത്ത മിടുക്ക് കാണിക്കുന്നവരാണ്. ചുറ്റുമുള്ള ബന്ധങ്ങൾ തകർത്തുകൊണ്ടും തരിപ്പണമാക്കിക്കൊണ്ടുമായിരിക്കും ഇവർ റിവെഞ്ച് എടുക്കുന്നത് അല്ലെങ്കിൽ വിക്ടിംസിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എപ്പോഴൊക്കെ തിരിച്ച് വാലിഡ് ആയിട്ടുള്ള ലോജിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അപ്പോഴൊക്കെ ഡ്രമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വിക്ടിം കളിക്കൽ ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇനി ഈ രണ്ട് കൂട്ടരുടെയും നാർസിസ്റ്റിക് സപ്ലൈ സോഴ്സ് എങ്ങനെയാണ് എന്ന് നോക്കാം. മെയിൽ NPD-കൾ സപ്ലൈ ആയി കാണുന്നത് പവറിനെ, അവരുടെ പ്രൊഫഷണൽ കരിയർ സ്റ്റാറ്റസിനെ, പിന്നെ മെറ്റീരിയൽ ആയിട്ടുള്ള സക്സസിനെ, പണവും പ്രതാപവും ഈ പറയുന്ന ആസ്തിയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവർ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അനുസരണയും പൂർണ്ണമായിട്ടും ഇവരുടെ കൺട്രോളിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആവശ്യവും. ഇവിടെ ഫീമെയിൽ NPD-കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒന്നാമത് നിൽക്കുന്നത് മോറൽ
സുപ്പീരിയോറിറ്റിയാണ്. പിന്നെ വല്ലാത്തൊരു ഫാമിലി ഡിവോഷൻ കാണിക്കുന്നവരാണ്. ഈ ഫാമിലി സ്ട്രക്ചർ എത്ര ടോക്സിക് ആണെങ്കിലും അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നവരാണ്. അതിലൂടെയാണ് അവർ സപ്ലൈ കണ്ടെത്തുന്നത്. പിന്നെ നിരന്തരം ഒരു സമൂഹത്തിന്റെ, ഒരു നാട്ടുകാരുടെ ഓഡിയൻസിനെ സൃഷ്ടിക്കാനുള്ള ഫിസിക്കൽ അപ്പിയറൻസുകളും സാമൂഹികമായി കാണിക്കുന്ന പാത്തോളജിക്കൽ ആയിട്ടുള്ള എൻവിയാണ്, അസൂയയുമാണ്. ഇനി ത്രട്ടൺ ചെയ്യപ്പെടുമ്പോൾ മെയിൽ എൻപിഡികളും ഫീമെയിൽ എൻപിഡികളും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നോക്കാം. ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ, ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മെയിൽ എൻപിഡികൾ പെട്ടെന്ന് തന്നെ ആങ്കർ വെച്ചിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. തിരിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വളരെ ഫ്രീസിംഗ് ആയിട്ടുള്ള, പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സൈലൻസ് കൊണ്ടായിരിക്കും അവർ മറുപടി തരുന്നത്. എന്നാൽ ത്രട്ടൺ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫീമെയിൽ നാർസിസ്റ്റുകൾ റിയാക്ട് ചെയ്യുന്നത് പ്രൈമർലി ടിയേഴ്സ് കൊണ്ടാണ്. ഫേക്കായി ടിയേഴ്സ് വരാത്ത, മുതലക്കണ്ണീരെന്ന് പറയാവുന്ന ടിയേഴ്സ് അഭിനയിച്ച് കാണിച്ചുകൊണ്ട്, പാസീവ് ആയിട്ടുള്ള അഗ്രഷൻ കാണിച്ചുകൊണ്ട്, ഒരു ബൗണ്ടറി വെച്ചതിനോ ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യം ചെയ്യലോ കാരണം എന്തോ മെഡിക്കൽ ക്രൈസിസ് അവർക്ക് ഉണ്ടായെന്നും അത് കാരണം ഇവർക്ക് ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായെന്നും രോഗമുണ്ടായെന്നും വരുത്തി തീർത്തുകൊണ്ടുമായിരിക്കും. ജെൻഡർ ഡൈനാമിക്സ് എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനിമീസ് ഉണ്ടെങ്കിൽ, ആ എനിമീസിന്റെ ബ്രെയിൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാലേ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു ഫീമെയിൽ നാർസിസ്റ്റ് കാരണം കഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ, അതൊരു ടോക്സിക് മദറിലോ ആയാലോ, നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വൈഫ് ആണെങ്കിലോ, അവർ അഗ്രസീവ് ആയിട്ടുള്ള, ഷൗട്ടിംഗ് ആയിട്ടുള്ള ഒരു വില്ലനായി മറ്റുള്ളവർക്ക് മുന്നിലും മാറിയാലേ ഞാൻ എന്റെ ട്രോമ വാലിഡേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൂപ്പിൽ പെട്ട് അതിൽ തന്നെ ഇങ്ങനെ കിടക്കും. ഇതുപോലെ തന്നെ നിങ്ങളൊരു മെയിൽ നാർസിസ്റ്റിനെയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ, അവർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ആ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള പോസ്ചർ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. അവരുടെ പ്രൊഫൗണ്ട്ലി വീക്ക് ആൻഡ് ഫ്രജൈൽ ആയിട്ടുള്ള ഇന്നർ ഈഗോയെ, അവർക്കുള്ളിലെ ഈഗോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കിയാലേ ഇവർ റേജ് കാണിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പേടിയെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ, സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവർ നിങ്ങളോട് കാണിക്കുന്ന ആങ്കർ എന്ന് പറയുന്നത് ഇവരുടെ പവർ ഒന്നുമല്ല. അത് ഇമോഷണലി മുരടിച്ച ഒരു ഇൻഡിവിജ്വലിന്റെ ഇമോഷണൽ റെഗുലേഷൻ നടത്താൻ പറ്റാത്ത ഒരാളിന്റെ പാത്തോളജിക്കൽ ആയിട്ടുള്ള ടെമ്പർ ടാൻഡ്രം മാത്രമാണ്. ഇവിടെ നിങ്ങൾ ലൈഫിൽ നേരിടുന്നത് മെയിൽ ആയിട്ടുള്ള നാർസിസ്റ്റിനെ ആണെങ്കിലും ഫീമെയിൽ ആയിട്ടുള്ള നാർസിസ്റ്റിനെ ആണെങ്കിലും ഈ രണ്ടു കൂട്ടരും നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് മെഷറബിൾ ആണ്, സയന്റിഫിക്കലി വെരിഫൈഡ് ആണ്. ഇവർ കൾച്ചറൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണ്. പാട്രിയാർക്കൽ ആയിട്ടുള്ള മെൻ എന്നുള്ള രീതിയിലാണ് മെയിൽസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, കുലസ്ത്രീ ആയിട്ടുള്ള രക്തസാക്ഷി എന്നുള്ള രീതിയിലാണ് ഫീമെയിൽ നാർസിസ്റ്റുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിങ്ങളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് ഒബീഡിയന്റ് ആക്കി അവരുടെ കരങ്ങളിൽ നിർത്തുക, അവരുടെ കാൽക്കീഴിൽ നിർത്തുക. ഇവരുടെ മാസ്കിനെ ഫീഡ് ചെയ്യുന്നത് നിങ്ങൾ ഇനി അവസാനിപ്പിക്കുക. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന്, മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെന്റൽ ബൗണ്ടറീസ് നിങ്ങൾ കൊണ്ടുവരിക. അതിന് എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കൾച്ചറൽ ട്രഡീഷന്റെ പേരിലാണെങ്കിലും, ഫാമിലി റോളിന്റെ പേരിലാണെങ്കിലും, ഫാമിലി സ്ട്രക്ചറിന്റെ പേരിലാണെങ്കിലും ഒരു വ്യക്തിയുടെ സമാധാനത്തെയോ സന്തോഷത്തെയോ തല്ലിക്കെടുത്താനുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല. നാർസിസ്റ്റിക് അബ്യൂസിന് വിധേയരായിട്ടുള്ളവർക്ക്, അതിന്റെ സർവൈവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഞാൻ ഒരു 1-on-1 പിയർ സപ്പോർട്ട് സെഷൻ എടുക്കുന്നുണ്ട്. ആ ഒരു സെഷനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള, NPD അവയർനെസ് ഉള്ള, ട്രോമ ഇൻഫോംഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ ഡീറ്റെയിൽസും റിസോഴ്സുകളും, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും, നമ്മൾ ലൈഫ് മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും, റിക്കവറിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ കോൾ സെഷനിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്റെ മുമ്പത്തെ വീഡിയോകളുടെയും ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി പേജിലും ഞാൻ ഈ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ സെഷന്റെ ഭാഗമാകുക, കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. ഈ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്, ആരെങ്കിലും ഇത്തരം ഒരു ബ്രെയിൻ ഫോഗ് അനുഭവിക്കുന്നവർ, നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. മാക്സിമം ഈ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ കണ്ട തെളിവുകളെ, അറിഞ്ഞ തെളിവുകളെ വിശ്വസിക്കുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിനെ സംരക്ഷിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.